ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചുരുൾ മടക്കിൻ്റെ റെസിപ്പിയാണ്. ഒരു മാസത്തോളം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. എന്നാൽ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചുരുൾമടക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മൈദാമാവാണ്. 1 കപ്പ് നിറയെ ഞാനിപ്പോൾ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടിയാണ്. നെയ്യിന് പകരം വേറെ സാധാരണ ഓയിലൊന്നും ചേർക്കരുത്, കാരണം നെയ്യിൽ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം നമുക്ക് ആവശ്യമില്ല, ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരം മാത്രം ഇതിലേക്ക് മതിയാവും. പഞ്ചസാര പൊടിച്ച് തന്നെ ഇതിലേക്ക് ചേർത്തേക്കണം കേട്ടോ. ഇനി ഒരു പിഞ്ച് അളവിൽ മാത്രം ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് നമ്മുടെ നെയ്യും മാവും എല്ലാം ഒന്ന് യോജിച്ച് കിട്ടണം, അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല രീതിക്ക് നമ്മുടെ മാവെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് നമ്മുടെ കയ്യിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇളം ചൂട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ഈ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ നല്ലതുപോലെ മാവ് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് മാവ് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ചെറുതായിട്ട് മാത്രം ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റാവുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ആകെ നമുക്ക് 6 ബോൾസ് ആണ് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ളത്, 1 കപ്പ് മാവിൽ നിന്നും. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഒരു ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മാവ് വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഞാനിപ്പോൾ ഒന്ന് കനം കുറച്ചൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടി മാത്രമേ പാടുള്ളൂ കേട്ടോ. അതായത് നമ്മുടെ ചപ്പാത്തിയേക്കാളും നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം നമ്മളൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും പരത്തി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന 6 ബോളും ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ആ പരത്തി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഈ പലകയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരല്പം നെയ്യ് പുരട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കാം. കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്രഷ് വെച്ചിട്ടോ നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ഈ നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ നെയ്യെല്ലാം ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരല്പം മാവും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഈ മാവ് നമുക്ക് ബ്രഷ് വെച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് വീണ്ടും ഒന്നിട്ട് കൊടുക്കാം. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് വീണ്ടും നമ്മൾ ചെയ്യേണ്ടത്. ഒരല്പം നെയ്യ് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കാവുന്നതാണ്. ഞാൻ പരത്തി വെച്ചിരുന്നത് ഓരോന്നും മുകളിലായിട്ട് ഒരല്പം നെയ്യും മാവും കൂടി ചേർത്ത് എല്ലാം ഇതുപോലെ ഒന്ന് അടുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇത് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതായത് നമുക്കിതിനുള്ളിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ, മാക്സിമം ഗ്യാപ്പ് വരാത്ത രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറിയ പീസ് ആവേണ്ട, ഒരുപാട് വലിയ പീസും ആവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസിൽ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോന്നും കയ്യിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല, തീരെ കട്ടിക്കും പരത്തരുത്. ഇതുപോലെ ഒരു മീഡിയം വലുപ്പത്തിന് വേണം കേട്ടോ നമ്മളൊന്ന് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു രീതിക്ക് എല്ലാം ഞാനിതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 1 കപ്പ് മാവിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും ആവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓരോന്നായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരേ സമയം 2-3 എണ്ണമായിട്ട് ഇട്ടിട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഫ്ലെയിം ഹൈയിൽ വെക്കരുത്. അതായത് എങ്കിൽ പിന്നെ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറിപ്പോകും, അകം വേഗാതെ കിട്ടും. അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയും ഒന്ന് നമുക്ക് മൊരിച്ചെടുക്കാവുന്നതാണ്.
ഇപ്പോൾ ഇതിൻ്റെ കളർ നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നിറയെ ലെയറൊക്കെ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. വളരെ ക്രിസ്പിയും വളരെ രുചികരവുമായിട്ടുള്ള നല്ലൊരു ചുരുൾമുറുക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുരുൾമുറുക്ക് തയ്യാറാക്കിയതിന് ശേഷം നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുത്തിട്ട് നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ നമുക്കിത് 1 മാസം വരെയും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ചെറിയ മധുരത്തോടു കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.